ജോഷി, പ്രദേശത്തേക്ക്. ഇപ്പോൾ ജനങ്ങൾ അവിടെ ഈ രാത്രി വൈകിയും അത്യന്തം വലിയ പ്രതിഷേധം തുടരുകയാണ്. പക്ഷേ അത് എങ്ങനെ അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കാരണം നിങ്ങൾ പറയുന്ന വനം മന്ത്രി എത്തണമെന്നാണ്. ഇപ്പോൾ നിലവിൽ അധികാരികൾ ആരെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവിടെ എത്തിയിട്ടുണ്ടോ ജോഷി? നിലവിലിപ്പോ ഇവിടെ സിഐയും റേഞ്ചറുമാണ് എത്തിയിട്ടുള്ളൂ. ഇപ്പൊ ജനപ്രതിനിധിക്ക് നമ്മളോട് പോലും ജനങ്ങൾ വളരെ രോഷാകുലമായിട്ട് സംസാരിക്കുന്നത്. നമ്മള് ആളുകൾ പോലും ജനങ്ങളുടെ രോഷം അത്രയ്ക്ക് കൂടുതലാണ്. ഇതൊരു സോ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് ആളുകളുടെ ഒരു ഒരുപാട് ആവശ്യങ്ങൾക്കും ഇതുവരെയായിട്ടും ഒരു പരിഹാരം കിട്ടിയിട്ടില്ല. എത്രയോ മരണങ്ങൾ നടന്നു. അത് തന്നെയാണ് അപ്പൊ ജോഷി, ആവർത്തിച്ച് ഇത്തരത്തിൽ ദാരുണമായ മരണങ്ങൾ, അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അവരുടെ ജീവിതത്തിന് പുല്ലുവില കൽപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധം സ്വാഭാവികമല്ലേ അവിടെ? ഇവിടെ ഇവിടെ ഈ ഈ ഈ നമ്മുടെ കുട്ടനാട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും 17 വാർഡുകളിലും വന്യമൃഗശല്യമാണ്. പ്രത്യേകിച്ച് ആന എല്ലാ വാർഡുകളിലും ഈ വനാതിർത്തിയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. 6 മണി കഴിഞ്ഞ സന്ധ്യയായാൽ നമ്മൾക്ക് വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഭീതിയമായ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഫോറസ്റ്റിന്റെ അതിർത്തി പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഫെൻസിങ് അല്ലെങ്കിൽ ട്രെഞ്ചുകൾ താത്തി ജനങ്ങളെ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ജോഷി, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി. വലിയ പ്രതിഷേധമാണ് കുട്ടമ്പുഴയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ നിരന്തരമായ ആവശ്യങ്ങളായിരുന്നു ഫെൻസിങ്, സ്ട്രീറ്റ് ലൈറ്റ് അടക്കം. പക്ഷെ അങ്ങനെ ഒരു വിധത്തിലും ആ മനുഷ്യരുടെ 60 കുടുംബങ്ങളുടെ ജീവന് വിലയുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു ചെറുവട്ടം പോലും സ്ഥാപിക്കാനാകാത്ത അധികാരികൾ ഇപ്പോൾ ഇതാ എൽദോ എന്ന മനുഷ്യന്റെ ജീവൻ എടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ സംശയമില്ല. വനം മന്ത്രി അടക്കം സ്ഥലത്തെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ രാത്രി വൈകിയും ആ ചെറുനാട്ടിലെ വലിയ മനുഷ്യർ ഒരുപാട് പേർ ഒത്തുചേർന്നുകൊണ്ട് ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. നിലവിൽ റേഞ്ച് ഓഫീസേഴ്സ് മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ള. ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തേണ്ടതുണ്ട്. ഈ രാത്രി വൈകിയും അവിടെ പ്രതിഷേധം തുടരുന്നു.